കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികാഘോഷം നടത്തി. ഇതിനോടനുബന്ധിച്ച് അനുമോദന സമ്മേളനം നടത്തി. കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിൽ സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. തിളക്കം 2025 എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് അനുമോദന സമ്മേളനം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും എന്നിവ നടന്നു. ശ്രീ വിട്ടോബ ഹൈസ്കൂൾ മുൻ ചിത്രകലാ അധ്യാപകനും കായംകുളത്തെ വിജയ സ്റ്റുഡിയോ സ്ഥാപകനുമായിരുന്ന പി കേശവപിള്ളയുടെ സ്മരണാർത്ഥം സ്കൂൾ പ്രോഗ്രാം ഹാളിലേക്കായി നൽകിയ സൗണ്ട് സിസ്റ്റം സമ്മേളനവേദിയിൽ സമർപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ രാജശ്രീ കമ്മത്ത് നിർവഹിച്ചു. 10 വരെ ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇത് അടുത്ത വർഷം 100 വർഷം തികയുന്നു എന്ന് അറിഞ്ഞതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഇന്ന് ഈ 99ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഈ ശ്രീ വിട്ടോബ സ്കൂൾ 1926 സ്ഥാപിതമായതാണ്. അന്ന് നമ്മുടെ ചുറ്റുപാടും കണ്ട സ്കൂളുകൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഈ സ്കൂളിൽ നിന്നും ഒത്തിരി ആളുകൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി ഇപ്പോൾ മികച്ച ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്. ഞാൻ തന്നെ എനിക്ക് ഒത്തിരി പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പല ഓഫീസുകളിൽ പോകുമ്പോൾ എവിടെ നിന്നു വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീ വിട്ടോബ വാർഡിൽ നിന്നെന്ന് പറയുമ്പോൾ വിട്ടോബ സ്കൂളിന്റെ കാര്യം ചോദിക്കാത്ത ആളുകൾ ഒന്നുമില്ല. ഒന്നുകിൽ അവര് പഠിച്ച സ്കൂളായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആയിരിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇത് ശ്രീ വിട്ടോബ സ്കൂൾ ശ്രീ വിട്ട ദേവസ്വത്തിന്റെ അധീനതയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് അടുത്ത വർഷം 100 വർഷം തികയുന്ന ഈ വേളയിൽ ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു അധ്യക്ഷത വഹിച്ചു. 99 വർഷങ്ങളായി 1926 സ്ഥാപിതമായ ഈ സ്കൂള്, അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് കായംകുളത്ത് ബോയ്സ് ഹൈസ്കൂളും ശ്രീ വിട്ടോബ ഹൈസ്കൂളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഏതാണ്ട് 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസത്തിനായി ആശ്രയിച്ചിരുന്നത് ഈ 2 സ്കൂളുകളെയാണ്. സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണെന്ന ഉത്തമ ബോധ്യമുള്ള GSB സമുദായത്തിലെ ഒരുപറ്റം ആളുകളാണ് അന്ന് 1926 ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത്. 1926 മുതൽ ഇന്നേ വരെയുള്ള ഈ കാലഘട്ടത്തിൽ, ഈ 99 വർഷത്തെ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ആരെയും ഇതിൻ്റെ മാനേജ്മെൻറ്റ് അകറ്റി നിർത്തിയിട്ടില്ല. അതിൻ്റെ ഉത്തമ രേഖകളാണ് ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ടും ഹെഡ് മിസ്ട്രസ്സായിട്ടും അധ്യാപകരായിട്ടും അനധ്യാപകരായിട്ടും ജോലിയിൽ പ്രവേശിച്ചും ജോലി കഴിഞ്ഞും ജോലിയിൽ നിന്നും വിരമിച്ചും പോയവരുടെ പേരുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. ഈ സമൂഹത്തിന് നല്ലത് ചെയ്യണം, വിദ്യാഭ്യാസം വഴി ഈ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കണമെന്ന ബോധ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം അന്ന് സമാരംഭിച്ചത്. അടുത്ത വർഷം ഈ വിദ്യാഭ്യാസ സ്ഥാപനം ജന്മശതാബ്ദിയിലേക്ക്, അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഇന്നുള്ള രക്ഷകർത്താക്കളോടുള്ള ഒരേ ഒരു അഭ്യർത്ഥന, നിങ്ങളുടെ കുട്ടികൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഇത് ഒരു വ്യക്തിയുടെ പേരിലുള്ളതല്ല, ഇത് ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൻ്റെ പേരിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവരുടെ ഭാവി എന്നെന്നും ശുഭകരമായിരിക്കുമെന്ന് ഭഗവത് നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. സ്കൂൾ ഹെഡ് മിസ്സസ് കെ ബീന സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് H നവാസ് അനുമോദന പ്രസംഗം നടത്തി. N രാജേഷ് ബാബു, നവീൻ എസ് പൈ, പ്രകാശ് പൈ, സൂരജ് ബാളിക, R ശോഭാകുമാരി, രാജേഷ് കമ്മത്ത്, B പ്രവീൺ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക L സുധന്യ കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വാർഷിക സമാപന സമ്മേളനവും നടന്നു. CDNet ന്യൂസ്, കായംകുളം.